വെൽക്കം ടു ഗ്രേഡിയൻറ്റ് RRB ജനറൽ സയൻസ്. നമ്മൾ ഫിസിക്സ് ക്ലാസ്സുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലൈറ്റ് എന്ന ടോപ്പിക്കിലെ അവസാനത്തെ ക്ലാസ്സാണ്, അതായത് നമ്മുടെ 9ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഏതാണ്ട് 8 ക്ലാസ്സുകൾ ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് എന്ന് പറയുന്ന അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. ഇവിടെ നിന്ന് പല ഭാഗത്ത് നിന്ന് പലതവണ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ എക്സാമിന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഇത്രയധികം പാർട്ടുകളിൽ നമ്മളൊരു ടോപ്പിക് എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി നിങ്ങൾ എവിടെയെങ്കിലും കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, നമ്മൾ ഫിസിക്സിൽ ഒരു ടോപ്പിക്കൊന്നും ഒരിക്കലും ഇത്രയും നമ്പർ ഓഫ് പാർട്സ് ഒന്നും പോകത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ കൊടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് നഷ്ടമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നഷ്ടമാകുന്നത് കുറച്ച് സമയവും കുറച്ച് മൊബൈൽ ഡേറ്റയും മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റിൽ പറയുന്ന ഒരുവിധം എല്ലാ ടോപ്പിക്കുകളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള CBSE NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ലൈറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന ഒരുവിധം എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഇതിനകത്തുണ്ട്. ഇനി ഇതല്ലാതെ നമ്മുടെ മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതായിട്ട് കാണുകയാണെങ്കിൽ ഇനി അഡീഷണൽ പാർട്ടായിട്ട് അത് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ഈ പറയുന്ന PDF നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിന് പഠിച്ചു തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. ജനറൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് പോകുന്നതാണ്. അതുപോലെ ജനറൽ അവയർനെസ്സിൻ്റെയും മാക്സിമം പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും. അതുപോലെ മാത്സും റീസണിങ്ങും ഒക്കെ നിങ്ങൾ മറ്റേതെങ്കിലും സോഴ്സുകളിൽ നിന്നൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ലാസ്റ്റ് ക്ലാസ്സാണ്, അതിൽ കുറച്ച് ടോപ്പിക്കുകളേ വരുന്നുള്ളൂ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്കാറ്ററിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയായിരിക്കും അല്ലേ? ചിതറിപ്പോവുക അല്ലേ? അതാണ് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മീനിങ്. അപ്പോൾ ചിതറുക, ആരാ ഇവിടെ ചിതറി പോകുന്നത്? ലൈറ്റാണ് ചിതറി പോകുന്നത്. എപ്പോഴാണ് ചിതറി പോകുന്നതെന്ന് വെച്ചാൽ, ലൈറ്റ് ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വിചാരിക്കുക. ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുന്നു. ഈ കടന്നു പോകുന്ന മീഡിയത്തിൽ പലതരത്തിലുള്ള എന്തുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പാർട്ടിക്കിൾസിൽ ഈ ലൈറ്റ് റേ വന്ന് തട്ടിയിട്ട് അല്ലേ, നമ്മൾ കോർപ്പസ്കുലർ തിയറി ഓഫ് ലൈറ്റ് ഒക്കെ പഠിച്ച ആൾക്കാരാണല്ലേ, നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ലൈറ്റ് സഞ്ചരിക്കുന്ന എപ്പോഴും ഒരു നേർരേഖയിലായിരിക്കും എന്നല്ലേ. അപ്പോൾ ഇങ്ങനെ ലീനിയർ ആയിട്ട് ലൈറ്റ് എന്ത് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് ഇതുപോലുള്ള പാർട്ടിക്കിൾസിൽ കൂട്ടിമുട്ടുകയും ആ കൂട്ടിമുട്ടുന്നതിൻ്റെ ഫലമായിട്ട് അത് മറ്റ് പല ദിശകളിലോട്ട് ഇങ്ങനെ ചിതറിപ്പോവുകയും ചെയ്യും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് ലൈറ്റ് റേ ഗെറ്റ് ഡീവിയേറ്റഡ് ഫ്രം ഇറ്റ്സ് സ്ട്രെയിറ്റ് പാത്ത് അല്ലേ. സ്ട്രെയിറ്റ് ആയി വന്നുകൊണ്ടിരുന്ന ലൈറ്റ് ആ പാത്തിൽ നിന്ന് തെന്നി മാറുന്നു ഓൺ സ്ട്രൈക്കിംഗ് ആൻ ഒബ്സ്റ്റക്കിൾ അല്ലേ, ഒരു തടസ്സം ഉണ്ടാവുന്ന കാരണം. എന്തായിരിക്കും തടസ്സം എന്ന് പറയുന്നത്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയിരിക്കാം, ഗ്യാസ് ആയിരിക്കാം, ആ മീഡിയത്തിലുള്ള മോളിക്യൂൾസോ വാട്ടർ വേപ്പറോ പോലെയുള്ള വസ്തുക്കളിൽ തട്ടി ലൈറ്റ് ചിതറി പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ആകാശത്തിൻ്റെ നീലനിറം, കടലിൻ്റെ നീലനിറം, അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും ആകാശം ഒരു ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നുണ്ടല്ലോ. നമ്മൾ ചുവന്ന വാനം എന്നൊക്കെ പറയത്തില്ലേ, ആ പറയുന്ന ചുവന്ന നിറത്തിൽ ഉദയത്തിൻ്റെ അസ്തമയത്തിൻ്റെയും സമയത്ത് സൂര്യൻ കാണുന്നതൊക്കെ എന്തുകൊണ്ടാണ്? സ്കാറ്ററിംഗ് കൊണ്ടാണ്. നിങ്ങൾ ട്രാഫിക് സിഗ്നലുകൾ, അതുപോലെ ഡേഞ്ചർ സിഗ്നലുകളൊക്കെ റെഡ് ലൈറ്റിലാണ് എപ്പോഴും കൊടുക്കാറ്. ആ റെഡ് ലൈറ്റ് എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതും സ്കാറ്ററിങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വണ്ടികളിൽ ഫോഗ് ലൈറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ വണ്ടികളിൽ നോർമലി വരുന്ന ലൈറ്റിനല്ലാതെ ഈ ഓഫ് റോഡ് ഹൈ റേഞ്ച് ഒക്കെ ഓടിക്കുന്ന, മഞ്ഞ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഓടിക്കുന്ന വണ്ടികളിൽ ഫോഗ് ലൈറ്റ് എന്നൊരു സാധനം വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഫോഗ് ലൈറ്റ് വയ്ക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന സ്കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടുത്തെ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, നമ്മുടെ വരുന്ന സൺലൈറ്റ് അല്ലെങ്കിൽ ഏത് ലൈറ്റും ആയിക്കോട്ടെ പാർട്ടിക്കിൾസ് തട്ടിയിട്ട് നാലുപാട് ചിതറിപ്പോകുന്ന ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്കാറ്ററിങ്. ഇനി സ്കാറ്ററിങ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? സ്കാറ്ററിംഗ് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, അതുവഴി വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെ, മറ്റൊന്ന് അവിടെയുള്ള പാർട്ടിക്കിൾസിൻ്റെ സൈസിനെ. വേവ് ലെങ്ത്തിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി ആ മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാം. 2 വേവുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊരു വേവാണെന്ന് വിചാരിക്കുക. ഇതെന്താണ്? ഒരു വേവാണ്. വേവ് ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. തൽക്കാലം സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇതൊരു എന്താണ്, നമ്മുടെ ഒരു ട്രാൻസ്വേഴ്സ് വേവാണെന്ന് വിചാരിക്കുക. ഇനി ഇത് മറ്റൊരു വേവാണെന്ന് വിചാരിക്കുക. ഇതെന്താണ്? മറ്റൊരു വേവാണെന്ന് വിചാരിക്കുക. ഈ 2 വേവ് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ വേവിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ടിക്കിൾസ് അല്ല, വേവിൻ്റെ ഒരേ ഫേസിലുള്ള 2 പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരം വളരെയധികം കുറവാണ്. എന്നാൽ രണ്ടാമത്തെ വേവിനകത്തായിക്കോട്ടെ, നോക്കിയേ, ഈ പറയുന്ന ദൂരം എന്താണ്? വളരെയധികം കൂടുതലാണ്. ഇങ്ങനെ ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന
രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് അഥവാ ലാംഡ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഓരോ ലൈറ്റിനും ഓരോന്നാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വരച്ചതിനകത്ത് വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് വയലറ്റ് കളറാണ്. ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ആർക്കാണ്? റെഡിനാണ്. അപ്പോൾ മനസ്സിലാക്കുക, റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. ഇനി വേവ് ലെങ്തും നമ്മൾ ഈ പറയുന്ന സ്കാറ്ററിങ്ങുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു മീഡിയം ഒന്ന് അസ്യൂം ചെയ്യുക. ഇതൊരു മീഡിയമാണ്. ഈ മീഡിയത്തിൽ എന്താണ്? ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതിലേക്ക് ആദ്യം ഒരു വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് വരികയാണ്. എന്താ പറ്റുന്നത്? ഈ വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് ഇതാ ഈ പാർട്ടിക്കിളിൽ തട്ടി, ഈ പാർട്ടിക്കിളിൽ തട്ടി. കണ്ടോ, ഇത് മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ എന്ത് ചെയ്യും? തട്ടിയായിരിക്കും ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. ആണോ അല്ലേ? ശരി. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ മറ്റൊരു വേവ് കൺസിഡർ ചെയ്യുകയാണ്. ആ വേവിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേവിൻ്റെ വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റും? ആ വേവ് ഇങ്ങനെ ഇവിടെ തട്ടി, അടുത്ത് എന്ത് ചെയ്യുന്നില്ല? മറ്റ് പാർട്ടിക്കിൾസിനൊന്നും തട്ടാതെ കടന്നു പോകും. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണാം അല്ലേ? ഒരു ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കുറവാണെങ്കിൽ, ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കുറവാണെങ്കിൽ അത് മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ തട്ടുകയും അത് കാരണം അവിടെ മാക്സിമം സ്കാറ്ററിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി നേരെ മറിച്ച് ഒരു ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? ആ ലൈറ്റിനെ മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ തട്ടാതെ ആയിരിക്കും കടന്നു പോകുന്നത്. അതായത് അവിടുത്തെ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് എന്താണ്? വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. വേവ് ലെങ്ത് കുറവാണെങ്കിൽ എന്തായിരിക്കും? സ്കാറ്ററിംഗ് കൂടുതലായിരിക്കും. വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ സ്കാറ്ററിംഗ് കുറവായിരിക്കും. ഇനി നിറത്തിലോട്ട് വരാം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള കളർ എന്ന് പറയുന്നത് റെഡാണ്. സോ റെഡിന് സ്കാറ്ററിംഗ് കുറവാണ്. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് വയലറ്റിനാണ്. വയലറ്റിന് സ്കാറ്ററിംഗ് കൂടുതലാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ വേവ് ലെങ്ത്തും സ്കാറ്ററിംഗ് തമ്മിലുള്ള ബന്ധം, ആ നിറം അടിസ്ഥാനപ്പെടുത്തി തന്നെ പഠിക്കണം. ഇവിടുന്ന് ചോദ്യങ്ങൾ പലതവണ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? വേവ് ലെങ്ത് കുറഞ്ഞാൽ സ്കാറ്ററിംഗ് കൂടും, വേവ് ലെങ്ത് കൂടിയാൽ സ്കാറ്ററിംഗ് കുറയും. വേവ് ലെങ്ത് എന്ന് പറയുന്നത് റെഡിന് കൂടുതലും വയലറ്റിന് കുറവും. അതായത് ഇവിടെ തന്നെ മനസ്സിലാക്കുക, ഡേഞ്ചർ സിഗ്നലുകളെല്ലാം എപ്പോഴും റെഡ് കളറിൽ വയ്ക്കുന്നതിൻ്റെ കാരണം റെഡ് കളറിന് സ്കാറ്ററിംഗ് കുറവാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? അത് ചിതറിപ്പോകാതെ കൂടുതൽ ദൂരം സഞ്ചരിക്കും. അതായത് നമ്മളിപ്പോൾ റോഡിൽ പോകുമ്പോൾ ഒരു തടസ്സം ഉണ്ടെന്ന് വിചാരിക്കാം. അവിടെ ഒരു റെഡ് ലൈറ്റ്, അതിൽ വണ്ടിയുടെ പുറകിലത്തെ ബ്രേക്ക് ലൈറ്റും റെഡ് കളറിലാണ് വെച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ്? പെട്ടെന്ന് തന്നെ മഞ്ഞുള്ള സമയമായിക്കോട്ടെ മഴയുള്ള സമയമായിക്കോട്ടെ മാക്സിമം കുറവ് സ്കാറ്ററിങ്ങിലൂടെ അത് ആരെയാണോ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത് അവരെ കണ്ണിലേക്ക് എത്തണം. അതുകൊണ്ടാണ് നമ്മളവിടെ റെഡ് ഉപയോഗിക്കുന്നത്. ഇനി സ്കാറ്ററിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഘടകമെന്ന് പറയുന്നത് പാർട്ടിക്കിൾസിൻ്റെ സൈസാണ്. അത് വളരെ സിമ്പിളാണ്. പാർട്ടിക്കിൾസിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് സ്കാറ്ററിങ്ങിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂടും. പാർട്ടിക്കിൾസിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് സ്കാറ്ററിങ്ങിൻ്റെ അളവും കൂടും. അതായത് നമ്മളിപ്പോൾ പാർട്ടിക്കിൾസിനെ എടുക്കുകയെന്ന് വിചാരിക്കുക. ചെറിയ പാർട്ടിക്കിൾസ് ആണ് ഉള്ളതെങ്കിൽ അതെന്ത് ചെയ്യും? കുറച്ച് മാത്രമേ സ്കാറ്റർ ചെയ്യുള്ളൂ. അതായത് പാർട്ടിക്കിൾസ് ചെറുതാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ്, ഫോർ എക്സാമ്പിൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലെയുള്ള ലൈറ്റിനെ മാക്സിമം സ്കാറ്റർ ചെയ്യുള്ളൂ. എന്നാൽ പാർട്ടിക്കിൾസിൻ്റെ വലിപ്പം കൂടുമ്പോൾ അവരെന്ത് ചെയ്യും? മറ്റ് ലൈറ്റുകളെയും സ്കാറ്റർ ചെയ്യും. അപ്പോൾ നമുക്ക് ബ്ലൂ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീന്, യെല്ലോ, ഓറഞ്ചിനെ സ്കാറ്റർ ചെയ്യും. പാർട്ടിക്കിൾസിൻ്റെ വലിപ്പം വീണ്ടും കൂടുതലാണെങ്കിൽ അത് വരുന്ന എല്ലാ ലൈറ്റിനെയും എന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യും. അതായത് അവിടെ നമുക്ക് ലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് കളറിലായിട്ടായിരിക്കും മാറുന്നത്. ഇത്രയേ ഉള്ളൂ അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളെ പാർട്ടിക്കിൾസിൻ്റെ ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ ഓർമ്മയിരിക്കും. പാർട്ടിക്കിൾസ് ചെറുതാണെങ്കിൽ അത് ഷോർട്ടർ വേവ് ലെങ്ത് ലൈറ്റിനെ മാത്രമേ തട്ടുള്ളൂ. കുറച്ചുകൂടി വലുത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ തട്ടും. നല്ല വലുതാണെങ്കിൽ പോകുന്ന എല്ലാ ലൈറ്റിനെയും അത് തട്ടും. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, വെരി ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലേ? വെരി ഫൈൻ, വളരെ നേർത്ത പാർട്ടിക്കിൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് പ്രധാനമായിട്ടും ബ്ലൂ പോലെയുള്ള ലൈറ്റുകളെ എന്ത് ചെയ്യുള്ളൂ? സ്കാറ്റർ ചെയ്യുള്ളൂ. ലാർജ് സൈസ് പാർട്ടിക്കിൾസ് ആകുമ്പോൾ എന്ത് പറ്റും? അത് ലോങ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റുകളെയും സ്കാറ്റർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഒരു ലൈറ്റ് വരുന്നത് മൊത്തം സ്കാറ്റർ ചെയ്ത് പോയാൽ അവിടെ കാണുന്ന പ്രകാശ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സ്കാറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് അത് കടന്നു പോകുന്ന മീഡിയത്തിലെ പാർട്ടിക്കിൾസ് തട്ടി ചിതറിപ്പോയാൽ അതിനെ സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നു. ആകാശത്തിൻ്റെ നീല നിറം, കടലിൻ്റെ നീല നിറം സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ചുവന്ന നിറത്തിൽ കാണുന്നതിൻ്റെ കാരണം ഡേഞ്ചർ ലൈറ്റുകൾ
റെഡ് ലൈറ്റിൽ ആക്കാനുള്ള കാരണം, ഫോഗ് ലൈറ്റുകൾ വണ്ടിയിൽ വയ്ക്കുന്നത് മഞ്ഞ് നിറച്ച് വയ്ക്കാനുള്ള കാരണം ഒക്കെ എന്താണ്? സ്കാറ്ററിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സ്കാറ്ററിങ് രണ്ട് കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ലൈറ്റിൻ്റെ വേവ് ലെങ്തിനെയും മറ്റൊന്ന് പാർട്ടിക്കിൾ സൈസിനെയും. വേവ് ലെങ്ത് കൂടിയാൽ അതനുസരിച്ച് സ്കാറ്ററിങ് കുറവായിരിക്കും, വേവ് ലെങ്ത് കുറഞ്ഞാൽ സ്കാറ്ററിങ്ങും കൂടുതലായിരിക്കും. അതുകൊണ്ട് പറയാം, റെഡ് ആണ് ഏറ്റവും കുറവ് സ്കാറ്റർ ചെയ്യുന്നതും വയലറ്റ് ആണ് ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നതും. പാർട്ടിക്കിൾ സൈസും അങ്ങനെ തന്നെയാണ്. പാർട്ടിക്കിളിൻ്റെ വലിപ്പം കൂടുന്നതോറും സ്കാറ്ററിങ്ങിൻ്റെ അളവും കൂടും. ഇനി സ്കാറ്ററിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ പ്രകൃതി കാണുന്ന ഒരു കാര്യമാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്താ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? നമ്മൾ ഒരു കാടിനകത്ത് രാവിലെ മഞ്ഞുള്ളൊരു പ്രഭാതമാണ്. അപ്പോൾ സൂര്യകണങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ പാർട്ടിക്കിൾസ് അല്ലേ ഈ പറയുന്ന ഇലയുടെ ഇടയിൽ കൂടിയൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ആ ലൈറ്റ് വരുന്ന പാത്ത് വിസിബിൾ ആകും അല്ലെ? നമുക്ക് വരുന്ന പാത്ത് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇപ്പോൾ ഒരു മുറിക്കകത്ത് ഇരുണ്ട മുറിയാണ്. ആ ഇരുണ്ട മുറിയിൽ എവിടെയെങ്കിലും ഒരിടത്ത് മാത്രം ഒരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഹോളിലൂടെ പ്രകാശം കടന്നു വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പ്രകാശം വരുന്ന പാത്ത് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ആ പറ്റുന്ന എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. വെൻ എ ബീം ഓഫ് ലൈറ്റ് സ്ട്രൈക്ക് സ്മോൾ പാർട്ടിക്കിൾസ് ഇൻ ദ റൂം, എന്ത് പറ്റും? ദ പാത്ത് ഓഫ് ദ ബീം ബിക്കം വിസിബിൾ. ഇതാണ് സിമ്പിളായി പറഞ്ഞാൽ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചറാണെന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? സ്മോക്ക്, വാട്ടർ ഡ്രോപ്പ്, അതുപോലെ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന പൊടിപടലങ്ങൾ പോലെയുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ തട്ടിയിട്ട് ലൈറ്റിൻ്റെ പാത്ത് ഇതുപോലെ വിസിബിൾ ആവുന്നതിനെ വിളിക്കുന്ന പേരാണ് ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റിൻ്റെ കാരണം, എന്തുകൊണ്ട് ടിൻഡൽ എഫക്റ്റ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത് ലൈറ്റിൻ്റെ സ്കാറ്ററിങ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ടിൻഡൽ എഫക്റ്റ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുകയാണ്. ആകാശം നീല നിറമാവുന്നത് എന്തുകൊണ്ട്? അത് ലൈറ്റിൻ്റെ സ്കാറ്ററിങ് ഉണ്ട്. നമ്മുടെ ആകാശത്തെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ചെറിയ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വയലറ്റ് നിറത്തിനേക്കാളും വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റിനേക്കാളും ചെറുതാണ്. അപ്പോൾ എന്ത് പറ്റും? പാർട്ടിക്കിൾസ് അവിടെ തട്ടിയിട്ട് ആ ലൈറ്റ് മാത്രം എന്ത് ചെയ്യും? ഇങ്ങനെ ചിതറിപ്പോവും. അപ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് വൈറ്റ് ലൈറ്റ് ആയിരിക്കും. ആകാശത്തു നിന്ന് വരുന്നത് എന്തായിരിക്കും? വൈറ്റ് ലൈറ്റ് ആയിരിക്കും. ഇതിവിടെയുള്ള ചെറിയ പാർട്ടിക്കിൾസിൽ എന്ത് ചെയ്യും? തട്ടുമ്പോൾ ഈ വയലറ്റും ഇൻഡിഗോ പോലെയുള്ള കളറുകൾ എന്ത് ചെയ്യും? നാല് വശത്തോട്ടും സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഈ സ്പ്രെഡ് ചെയ്യുന്ന കളറാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഈ വയലറ്റും ഇൻഡിഗോയും പോയിട്ട് ബാക്കി നിറങ്ങളൊക്കെ നമ്മുടെ കണ്ണിലോട്ട് എത്തുകയും ഈ കാണുന്ന ആകാശം സത്യത്തിൽ കളറില്ലാത്തതാണ്. പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്ന കാരണം ആ കളർ നമുക്ക് എന്തായിട്ട് തോന്നും? ആകാശം നീല നിറമായിട്ട് തോന്നും. സത്യത്തിന് ആകാശത്തിന് നീല നിറമൊന്നുമില്ല. ലൈറ്റ് അവിടെയുള്ള പൊടിപടലങ്ങളിലും വാട്ടർ മോളിക്യൂൾസിലും ഒക്കെ തട്ടിയിട്ട് ചിതറുന്നത് കൊണ്ടാണ്, സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആകാശം നീല നിറത്തിൽ കാണുന്നത്. അതായത് ഒരു ചോദ്യം വരാം, ആകാശത്ത് നമ്മുടെ ഭൂമിക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല എങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അതെന്തായിരിക്കും? അത് ഡാർക്ക് ആയിരിക്കും. എന്തായിരിക്കും? അത് ഡാർക്ക് ആയിരിക്കും. അത് NCERT ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേക പോയിന്റാണ്. അതായത് നമ്മുടെ ഭൂമിക്കൊരു അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ആകാശം എന്തായിരിക്കും? ഡാർക്ക് ആയിരിക്കും. ബഹിരാകാശത്ത് നമ്മൾ ഫോട്ടോസൊക്കെ കണ്ടാൽ അറിയാം, അതിന് ചുറ്റും കാണുന്ന ആകാശമൊക്കെ എപ്പോഴും എന്തായിരിക്കും? ഡാർക്ക് ആയിരിക്കും. കാരണം ബഹിരാകാശം അല്ലെങ്കിൽ ശൂന്യത അവിടെ എന്താണ്? വാക്യൂമാണ്. വാക്യൂമിൽ ലൈറ്റ് സ്കാറ്റർ ചെയ്യത്തില്ല. അത് മനസ്സിലാക്കുക. ഓക്കെ. ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിൽ ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റിലിരുന്ന ആൾക്കാർ ആകാശം നോക്കിയാൽ അതെന്തായിരിക്കും? അത് ഡാർക്ക് ആയിരിക്കും. ആസ്ട്രോനോട്ട്സ്, അതാണ് ഞാൻ പറഞ്ഞത്, ബഹിരാകാശ സഞ്ചാരികൾ ആകാശം കാണുന്ന നിറം ഏതായിരിക്കും? അതും ഡാർക്ക് ആയിരിക്കും. പക്ഷെ നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യർ ആകാശം കാണുന്ന നീല നിറത്തിലായിരിക്കും. എന്തുകൊണ്ട്? അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസ് ലൈറ്റിനെ വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നു. സോ വയലറ്റും ബ്ലൂ ഒക്കെയാണ് അവിടെ സ്പ്രെഡ് ആകുന്നത്. അതുകൊണ്ടാണ് ആകാശം നമ്മളൊരു ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ കടൽ നീല നിറം കാണുന്നതും ഏതാണ്ട് ഈ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ അതിനെപ്പറ്റി പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്കിലും കടലിൻ്റെ നീല നിറം വിശദീകരിച്ച ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റാണ്. അതാരും നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക? അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് നമ്മൾ സയൻസ് ദിനമൊക്കെ ആചരിക്കുന്നത് ഇന്ത്യയിൽ. ആരാന്നറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഡേഞ്ചർ സിഗ്നൽ റെഡ് ആവുന്നത് എന്തുകൊണ്ട്? കാരണം റെഡ് എന്ന് പറയുന്ന ലൈറ്റ് ലീസ്റ്റ് ആയിട്ട് സ്കാറ്റർ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൂരെ നിന്ന് ലൈറ്റ് കാണാനായിട്ട് പറ്റും. ഓക്കെ, സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ഈ കളറിൽ കാണുന്നു. ഏത് കളറിൽ കാണുന്നു? റെഡ് കളറിൽ കാണുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂമി എന്ന് വിചാരിക്കുക, ഇതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് വിചാരിക്കുക അല്ലേ? ഇവിടെ നിന്ന് ഇതാണ് നമ്മളോട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ രാവിലെ സൂര്യപ്രകാശം വരുന്നു, വളരെ ദൂരത്തിൽ നിന്ന് വരുന്നു. നോക്ക്, ഈ പോയിന്റ് തൊട്ട് നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യുകയാണ്? ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എൻ്റർ ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ലൈറ്റ് ഇങ്ങനെ സഞ്ചരിച്ച് വരുമ്പോഴത്തേക്കും ആദ്യം എന്ത് പറ്റും? വയലറ്റും ഇൻഡിഗോയും ബ്ലൂവും ഒക്കെ സ്കാറ്റർ ചെയ്ത് പോകും. കുറേ കൂടി കഴിയുമ്പോൾ എന്ത് പറ്റും? ഗ്രീനും യെല്ലോയും ഓറഞ്ചും ഒക്കെ പോയിട്ട്
അവസാനം നമ്മുടെ കണ്ണിൽ എത്തുമ്പോൾ ഏതാണ്ട് റെഡ് അടുപ്പിച്ചുള്ള കളറാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. ബാക്കിയൊക്കെ എന്ത് ചെയ്തു, സ്കാറ്റർ ചെയ്ത് പോയി. സോ നമ്മുടെ ആകാശം എന്തായിട്ട് തോന്നും, നമുക്ക് ഒരു റെഡിഷ് കളർ, ഓറഞ്ച് റെഡ് കളറിലായിട്ട് തോന്നും. അസ്തമിക്കുന്ന സമയത്തും ഇത് തന്നെയാണ്. പക്ഷേ സൂര്യൻ ഉച്ചയ്ക്ക് നമ്മുടെ മുകളിൽ നിൽക്കുമ്പോൾ എന്ത് പറ്റും നോക്ക്, സൂര്യൻ നമ്മുടെ ഈ പറയുന്ന സമയം കഴിയുമ്പോൾ എന്ത് പറ്റും, ഉച്ച സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നേരെ വന്നു അറ്റ്മോസ്ഫിയറിലൂടെ കുറച്ച് ദൂരം മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. അപ്പോൾ ആകാശം എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് ഒരു വൈറ്റ് കളർ അടുപ്പിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. വൈകിട്ടത്തെ സമയം ഇത് തന്നെ പറ്റും. എന്ത് പറ്റും, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവും ഗ്രീനും യെല്ലോയും ഓറഞ്ചും ഒക്കെ പോയിട്ട് റെഡും ഓറഞ്ചും ഒക്കെ ആയിരിക്കും നമ്മുടെ കണ്ണിലോട്ട് വരുന്നത്. സോ ആകാശം നമ്മൾ എന്ത് കാണാം, ഈ കളറിൽ കാണും. അപ്പോൾ ആകാശം ഈ കളറിൽ കാണുന്ന എന്ത് കാര്യം കൊണ്ടെന്ന് ചോദിച്ചാൽ അതെന്തുകൊണ്ടാണ്, അത് സ്കാറ്ററിങ് എന്ന് പറയുന്ന ഫിനോമിന ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളാണ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. വായിച്ച സമയം കളയുന്നില്ല. അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്കും ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാവുന്ന ഒരു എല്ലാ പോയിന്റുകളും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പോയിന്റുകൾ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.